ആ പിടിച്ചതിൻ്റെ പ്രതികാരമാണ് ഇന്നലെ അവർ വീട്ടിയത്. സാറേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മരിച്ചു പോയി കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം വഴിയാധാരാകും. നിങ്ങൾ ചിലപ്പോൾ ഒരു 1-2 ദിവസം വന്നിട്ട് അതിനുള്ള ക്രിയയൊക്കെ നടത്തി അതിൻ്റെ അന്വേഷണമൊക്കെ നടത്തി നിങ്ങൾ പോവുമായിരിക്കും, ചിലപ്പോൾ കേസ് എടുക്കുകയായിരിക്കും, അവൻ ഇറങ്ങി പുഷ്പം പോലെ ഇറങ്ങി വരികയായിരിക്കും. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽ ഉണ്ടല്ലോ, ഒരു ലഹരി മാഫിയയെ അതായത് അവരെ തൊട്ടടുത്ത് ഇതുപോലെ ഉപദ്രവം ഉണ്ടായിട്ട് അവർ ഇൻഫർമേഷൻ കൊടുത്തു, ആ ഒരു വ്യക്തിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് വന്ന് ആ വീട്ടുകാരെ ആക്രമിച്ച ഒരു കാര്യമാണ്. അത് ഒരു ഉമ്മായും മോനെയും ആക്രമിച്ച ഒരു കേസാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ എന്ത് പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ കൊടുക്കണം? ഈ കേരളത്തിലുള്ള എല്ലാവർക്കും നന്നാക്കണമെന്നുണ്ട്, എല്ലാവർക്കും ഇതേപോലെ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഉണ്ടല്ല, സ്വന്തം ജീവൻ കളഞ്ഞ് ആരെങ്കിലും തുനിയോ ഇല്ല. അവരുപയോഗിച്ച് മരിക്കുന്നേക്കാൾ മുന്നേ അവരുടെ കൈ കൊണ്ട് ഇല്ലാണ്ടാവും ഈ പറഞ്ഞ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് കാരണം. ഈ മനുഷ്യന്മാർ പറയാത്തതും കൺമുന്നിൽ നടന്നാൽ പോലും അത് കണ്ടില്ല എന്ന് അടിച്ച് പോകാനുള്ള ഏറ്റവും വലിയ കാരണം. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനുള്ള സൊല്യൂഷൻ ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾ ഉറപ്പായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അതിന് ഏതെങ്കിലും രീതിക്ക് ഒരു തെളിവുകളോ അല്ലെങ്കിൽ അത് പുറത്തൊക്കെ നിങ്ങൾ ചെയ്ത് കാണിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ അതിനുള്ള ഈ പറഞ്ഞ ജനങ്ങളൊക്കെ ഇറങ്ങി വരും. അല്ലെങ്കിൽ ഈ ജീവന് ഭീഷണിയാണ്, അല്ലെങ്കിൽ ജീവന് ഭയമാണ്. അതായത് സ്വന്തം കുടുംബത്തിനേ പോകൂ, അപ്പോഴും ആ കുടുംബത്തിനേ പോകുള്ളൂ. ഇവിടെ കൊലപാതകം നടത്തിയിട്ട് പോലും ഇറങ്ങി വന്ന് തട്ടിയിട്ട് വീണ്ടും പോകുന്ന ആൾക്കാരുള്ളപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരുടെ കാര്യം പിന്നെ പറയാനുണ്ട്. നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതല്ല. ഈ ഒരു ഉമ്മയുടെയും ഈ ഒരു മോൻ്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മൾ മറ്റതാണ് മറിച്ചാണ് അല്ലെങ്കിൽ പേടിയാണോ എന്ന് പറയാൻ യാതൊരു പ്രശ്നമില്ല. എനിക്ക് ജീവനിൽ പേടിയുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഓർത്ത് എനിക്ക് പേടിയുണ്ട്. കഴിഞ്ഞ വർഷം നടക്കുന്നുണ്ട്. അന്ന് കംപ്ലൈൻ്റ് ആക്കിയിട്ട് പോലീസെല്ലാം വന്നിട്ട് പോയതാണ്. അപ്രാവശ്യം ഉറ കിട്ടിയിട്ട് പിന്നെ പോലീസ് വന്നതുകൊണ്ട് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 10-20 ദിവസമായിട്ട് അവിടെ ഭയങ്കര ആൾക്കാർ വരുന്ന ഇതിലുണ്ട്. ഇങ്ങനെ കംപ്ലൈൻ്റ് ആക്കിയതാണ്, ക്ലബ്ബ് മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആക്കിയതാണ്. ആ പിടിച്ചതിൻ്റെ പ്രതികാരമാണ് ഇന്നലെ അവർ വീട്ടിയത്. ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ